രജനി ചിത്രം കൂലി ആഗോള ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷനിലേക്ക് കുതിക്കുകയാണ്. 500 കോടി ചിത്രം നേടിയെന്ന റിപ്പോർട്ടുകളാണ് എത്തുന്നത്. ഇന്ത്യയിൽ നിന്ന് മാത്രം ചിത്രം 235 കോടി നേടിയെന്നാണ് റിപ്പോർട്ടുകൾ. തലവരുടെ കൂലി ബോക്സ് ഓഫീസ് തൂക്കി. എതിരാളികളെ തകർത്ത നെഗറ്റീവ് കമന്റ്സുകളെയെല്ലാം തവിടുപൊടിയാക്കിയാണ് ചിത്രത്തിന്റെ മുന്നേറ്റം. ലോകേഷിന്റെ ഫ്രെയിമിൽ ചാർജായി രജനിയെ നമുക്ക് ആസ്വദിക്കാമെന്ന് ഉറപ്പു തന്നെയാണ് വീണ്ടും വീണ്ടും രജനികാന്തിന്റെ കൂലി പ്രേക്ഷകർക്ക് കാണിച്ചു തരുന്നത്. അതുതന്നെയാണ് ആ സിനിമയുടെ വിജയവും. ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ കൂലി ഈ വർഷത്തെ ഏറ്റവും ഹൈപ്പിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രം തന്നെയാണ്. എന്നാൽ ഓഗസ്റ്റ് 14 സിനിമ തിയേറ്ററിൽ എത്തിയതിനു പിന്നാലെ സമ്മിശ്ര പ്രതികരണം നേടി. ചിത്രം പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നില്ലെന്നും ലോകേഷ് നിരാശപ്പെടുത്തിയെന്നും കമന്റുകൾ നിറഞ്ഞു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രം തന്നെയാണ് കൂലി. എന്നാൽ ആരാധകരുടെ പ്രതീക്ഷകൾ കാത്തുസൂക്ഷിക്കാൻ ചിത്രത്തിന് കഴിയുന്നുണ്ടോ എന്ന ചോദ്യമായിരുന്നു തുടക്കം മുതൽ ഉയർന്നത്. അമിത പ്രതീക്ഷയിലാണെങ്കിൽ കഴിയുന്നില്ല എന്നും പ്രതീക്ഷകൾ ഏതുമില്ലെങ്കിൽ കുഴപ്പമില്ല എന്നും ഒറ്റ വാക്കിൽ നമുക്ക് ചിത്രത്തെ വിലയിരുത്താം. കാരണം രജനീകാന്തിന്റെ സിനിമ കാണാൻ പോകുമ്പോൾ ആ ലോജിക് മടക്കി അങ്ങ് വീട്ടിൽ വെക്കണം. ലുക്ക്, സ്റ്റൈല്, പ്രസന്റേഷൻ ഇവയെല്ലാം കൂടിക്കലർന്ന് പക്ക രജനിയുടെ ഒരു ശൈലി ആഘോഷിക്കുക തന്നെയാണ് തിയേറ്ററിലെത്തുമ്പോൾ പ്രധാനം. സമീപകാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും യുവത്വമുള്ള ലുക്ക് തന്നെയാണ് രജനീകാന്തിന്റെ കൂലിയിലെ വരവ്. അതിന് യാതൊരു സംശയവുമില്ല. അതിനൊപ്പം ആ സ്വാഗും സ്റ്റൈലും എന്റെ പൊന്നോ ഒന്നും പറയണ്ട. കൂടെ നാഗാർജുന നേർക്കുനേർ വരുന്നു. ഇതിനൊപ്പം സത്യരാജും കന്നഡ സൂപ്പർ താരം ഉപേന്ദ്രയും രജനിക്കൊപ്പം തന്നെയുണ്ട്. ഇതിനിടയിലേക്കാണ് അമീർ ഖാന്റെ സാന്നിധ്യവും എത്തുന്നത്. അങ്ങനെ ആ പടയുടെ വലിപ്പം അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. വമ്പൻ താരനിരകൾ. അങ്ങനെ എല്ലാവരെയും ഒരേ ഫ്രെയിമിൽ കാണുക എന്ന് പറയുന്നത് തന്നെ ഭംഗിയാണ്. ഹൈ പാക്കേജ് പ്രകടനങ്ങളെ മുൻപിൽ നിന്ന് നയിക്കുന്നത് രജനിയാണ്. പിന്നെ എന്ത് വേണം രജനി ആരാധകർക്ക്? കൂലി എന്ന സിനിമയെ തീർത്തും രസകരമാക്കുന്നതും രജനീകാന്തിന്റെ സ്റ്റൈല് തന്നെയാണ്. സിനിമ കണ്ടിറങ്ങുമ്പോൾ മനസ്സിൽ നിൽക്കുന്നത് സൗബിന്റെ പ്രകടനവുമുണ്ട് കേട്ടോ. ഒരു ലോകേഷ് കനകരാജ് ചിത്രം എന്നതിനേക്കാൾ പക്ക രജനീകാന്ത് സിനിമ എന്ന ലേബലാണ് ചിത്രത്തിന് അനുയോജ്യം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അമിത പ്രതീക്ഷകളാണല്ലോ പല ചിത്രങ്ങളുടെയും പരാജയങ്ങളിലേക്ക് നയിക്കുന്ന വില്ലന്മാർ. എന്തായാലും ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷൻ നേടി മുന്നേറുകയാണ്. ചിത്രം 500 കോടി നേടിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്ത്യയിൽ നിന്ന് മാത്രം 235 കോടി നേടിയെന്നും റിപ്പോർട്ടുണ്ട്. ആദ്യ ദിനം ചിത്രം ആഗോള മാർക്കറ്റിൽ നിന്ന് 151 കോടിയാണ് നേടിയത്. നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സ് തന്നെയാണ് ഈ കളക്ഷൻ വിവരം പുറത്തുവിട്ടത്. ഒരു തമിഴ് സിനിമ ആഗോളതലത്തിൽ നേടുന്ന ഏറ്റവും വലിയ ഉയർന്ന കളക്ഷൻ കൂടിയാണിത്. നോർത്ത് അമേരിക്കയിൽ 26 കോടി രൂപയാണ് ചിത്രം സ്വന്തമാക്കിയത്. UK-യിൽ 1 കോടിക്ക് മുകളിലും നേടി. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.